ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആരാധന ക്രമോത്സവത്തിലെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏലിയ ശ്ലീഹ മൂശ കാലത്തിലെ 1-ാം ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിചിന്തനത്തിനായി നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗമാണ്. അന്ധനായ യാചകനെ ഈശോ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ രൂപതയിലെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഒരു ക്യാമ്പ് നടത്തുവാനുള്ള അവസരം കിട്ടി. KCSന്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പ് നടത്താനുള്ള അവസരം കിട്ടി. 3 ദിവസത്തെ ക്യാമ്പാണ്. 2ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങളൊരു ഗെയിം അവർക്ക് നൽകി. ഏകദേശം ഉച്ചഭക്ഷണത്തിന് വിടുന്നതിന് മുമ്പ് ഏകദേശം 180 കുട്ടികൾ വരുന്ന ആ ഗ്രൂപ്പിനെ കണ്ണുകൾ കെട്ടി ഞങ്ങൾ വിട്ടു. എല്ലാവരുടെയും കണ്ണുകൾ ഞങ്ങൾ കെട്ടി. അവർ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കണ്ണുകൾ കെട്ടിക്കൊണ്ട്. ഏകദേശം 2 മണിക്കൂർ ഭക്ഷണം എടുത്ത് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വീണ്ടും ക്ലാസ്സിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ അവർ കണ്ണു കെട്ടി ആ സമയം അവർ ചെലവഴിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് അനുഭവം പറയാൻ പറഞ്ഞു, എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞു. ഒരുപാട് പേര് വളരെ അസ്വസ്ഥരായിക്കൊണ്ട് അനുഭവം പറഞ്ഞെങ്കിലും ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആദ്യമായി വന്ന സ്ഥലമാണ്, കാഴ്ചയില്ലാതെ ആദ്യമായി കണ്ട സ്ഥലത്ത് ഞാൻ നടക്കുകയാണ്. ബുദ്ധിമുട്ടിയപ്പോൾ അവിടെ വെച്ച് ബുദ്ധിമുട്ടിയപ്പോൾ എന്നെ ഒരു സുഹൃത്ത് സഹായിക്കാനായിട്ട് വന്നു. തുടർന്ന് അവൻ പറഞ്ഞ കാര്യം ഇന്നും മനസ്സിൽ നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കാത്ത ആർക്കും അത് സാധിക്കില്ല. യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കാത്ത ആർക്കും അത് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ധനായൊരുവനെ അരികിലേക്ക് വിളിച്ച് തൊട്ടു സുഖപ്പെടുത്തിയ ശേഷം ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പിന്നീട് അന്ധയാചകൻ യേശുവിനെ അനുഗമിക്കുകയാണ് സുവിശേഷമാകും. പ്രിയപ്പെട്ടവരെ, 2-3 ചിന്തകൾ ഈ തിരുവചന ഭാഗത്തിലൂടെ നൽകുകയാണ്. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇട്ടപ്പോൾ അന്ധൻ അന്വേഷിക്കുകയാണ് എന്താണ് സംഭവം. ജനക്കൂട്ടം പറഞ്ഞു, നസ്രായനായ യേശു വരുന്നുണ്ട്. പിന്നീട് വചനം പറയുകയാണ്, അന്ധൻ ഒച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ നസ്രായനായ യേശു എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അന്ധൻ വെളിപ്പെടുത്തുന്നത് നസ്രായനായ യേശുവിന് പകരം ദാവീദിന്റെ പുത്രനായ യേശു എന്നാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കൂടെ കൊണ്ടു നടന്ന ക്രിസ്തുവിനെ നാം അറിയാതെ പോവുകയാണ്. എന്തിലൊക്കെയോ പെട്ട്, ജനക്കൂട്ടത്തിൽപ്പെട്ട് എന്തിലൊക്കെയോ പെട്ട് നാം ക്രിസ്തുവിനെ മറന്നുപോകുന്നു, അറിയാതെ പോകുന്നു, തിരിച്ചറിയാതെ പോകുന്നു. അതൊരു പക്ഷേ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ മറ്റ് ദുശീലങ്ങളോ എന്തുമാകാം. ജനക്കൂട്ടത്തിൽപ്പെട്ട് നാം ക്രിസ്തുവിനെ അറിയാതെ പോകുന്നുണ്ട്. ഇവിടെ അന്ധനൊരു ഓർമ്മപ്പെടുത്തലാണ്. കാഴ്ചയില്ലാതിരുന്നിട്ടും ക്രിസ്തുവിനെ തിരിച്ചറിയാതിരുന്നിട്ടും അനുഭവിക്കാതിരുന്നിട്ടും അവൻ തിരിച്ചറിയുകയാണ് കൂടെയുള്ള ക്രിസ്തുവിനെ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. 2ാമത്തെ ചിന്ത എന്നത്, അവൻ കാഴ്ച ചോദിക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ അവൻ നൽകുന്നത് കാഴ്ച മാത്രമല്ല, ഉൾക്കാഴ്ചയും കൂടിയാണ്. പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നവാതിനെ. അതിനുദാഹരണമാണ്, കാഴ്ച ലഭിച്ചതിനു ശേഷം ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല അവൻ പോയത്, മറിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, ക്രിസ്തുവിനെ അനുഗമിക്കലാണ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല വഴി. ക്രിസ്തുവിന്റെ പിന്നാലെ പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, കണ്ണുകളുടെ തുറവയേക്കാൾ ഉൾക്കണ്ണിൽ തുറവിയുണ്ടാകണമെന്ന് ഇന്നത്തെ അന്ധയാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കണ്ണിൽ മാത്രമല്ല, ഉൾക്കണ്ണിലും തമ്പുരാന്റെ സ്പർശം ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.